തനിക്ക് ചുറ്റുമുണ്ടാകുന്ന ഏത് കൂട്ടുകെട്ടിൽ നിന്നുമുണ്ടാകുന്ന പല അപകടങ്ങളെയും മണത്തറിഞ്ഞ് പുറത്തു കടക്കാനുള്ളൊരു വഴി തോന്നണമെങ്കിൽ ഇവിടെ ഗജേന്ദ്ര മോക്ഷം. എന്താണ് ഈ ഗജേന്ദ്ര മോക്ഷം? പണ്ട് ധാരാളം ആനകൾ അവർ കാട്ടിലങ്ങനെ വലിയ വരൾച്ച, ഇതുപോലുള്ള വലിയ വരൾച്ച പെട്ടു. അപ്പം ആ വരൾച്ച പെട്ട സമയത്ത് ഈ ആനകൾക്ക് കുടിക്കാൻ എവിടെയെങ്കിലും വെള്ളം അതവർ അന്വേഷിച്ച് പോവുകയാണ്. അപ്പോൾ ദൂരെ കുറച്ച് പക്ഷികൾ പറക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായി ഇവിടെ അടുത്തെവിടെ തടാകമുണ്ട്. ആ തടാകത്തെ അന്വേഷിച്ച് അവർ പോകുന്നു. അങ്ങനെ അവർ തടാകത്തിലെത്തി. ആ തടാകത്തിലെ വെള്ളമൊക്കെ കുടിച്ച് കുട്ടികളും അമ്മയൊക്കെ കയറി. ഗജേന്ദ്രൻ കയറാൻ നേരത്ത് ഗജേന്ദ്രനെ ഒരു മുതല കടിച്ചു പിടിക്കുന്ന ഒരു അവസ്ഥ. അങ്ങനെ മുതലയുടെ പിടിയിൽ നിന്ന് കരകയറാൻ പറ്റാതെ ഗജേന്ദ്രൻ ആവും പാടും ക്ഷമിക്കുകയാണ്. ആ സമയത്ത് ഗജേന്ദ്രൻ്റെ കൂടെ എല്ലാവരും ഉണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. പക്ഷെ ആർക്കും ഗജേന്ദ്രനെ സഹായിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു അവസ്ഥ ഇന്ന് ഇത്തരം കഥകളൊക്കെ അതിൻ്റെ പ്രസക്തി കൂടി വരികയാണ്. ഒരുപക്ഷെ നമുക്ക് വരികൾക്കിടയിലൂടെ വായിക്കാൻ അറിയാത്തതുകൊണ്ടും വേണ്ട രീതിയിൽ നമ്മൾ സപ്താഹങ്ങൾ കേട്ടുപഠിക്കാത്തതുകൊണ്ടും നമ്മളൊരു പക്ഷേ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലായിരുന്നു നമ്മൾ വളർന്നതെങ്കിൽ ദർ മേ ബി എ ക്രിട്ടിക്കൽ തിങ്കിങ്, ഒരു ക്രിട്ടിക്കൽ സ്റ്റഡീസ് ഉണ്ടാവുകയും. ഈ ഗജേന്ദ്രമോക്ഷ കഥയുടെയും പ്രസക്തി അതാണ്. ഇന്ന് നമ്മുടെ തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കണം, ആരായിരിക്കണം സുഹൃത്ത്, ആരിലായിരിക്കണം ഒരു സുഹൃത്ത് ബന്ധങ്ങൾ കാണേണ്ടത്, തോളിൽ ആരുടെ തോളിൽ കൈവയ്ക്കണം. കാരണം ആരുടെ തോളിൽ കൈവച്ചാലാണോ നാളെ ജീവിതത്തിൽ ദുഃഖിക്കേണ്ടതില്ലാത്തത്. കൈകേയി പണ്ട് മന്ദരയുടെ തോളിൽ കൈവച്ചപ്പോൾ തോന്നി മന്ദര പറയണമൊക്കെ ശരിയാണ്. പക്ഷേ അവസാനം കൊണ്ടെത്തിച്ചത് ഭരതൻ പോലും ആ അമ്മയുടെ മുഖത്ത് നോക്കി, പാപി, ക്രൂരെ, നിന്ദി, നിന്റെ ഗർഭത്തിൽ ഞാൻ വന്നുപോയല്ലോ എന്നൊക്കെ പറയേണ്ട ഒരു കേൾക്കേണ്ട ഗതികേട് ആ അമ്മയ്ക്കുണ്ടായി. അയോധ്യ മുഴുവൻ വെറുക്കുന്ന ഒരു കൈകേയി. കൈകേയിയെ ആദ്യം നിങ്ങൾ രാമായണത്തിൽ കാണുന്നു, പിന്നെ അവസാന കാലം വരെ കൈകേയി നിശബ്ദയാണ്. ഒരു സമൂഹം മുഴുവൻ വെറുത്ത് മക്കൾക്ക് പോലും വെറുപ്പ് വന്ന ഒരു അമ്മയായിട്ട്. അപ്പം ആരുടെ തോളിൽ കൈവച്ചാലാണ് ജീവിതം അവസാനം വരെ താളം തെറ്റാതിരിക്കുക. ഇത് നമ്മുടെ കുട്ടികൾക്കറിയില്ല. സുഹൃത്തുക്കളുടെ കൂടെ കൂടിക്കൊണ്ടാണ് പലപ്പോഴും പലരും താളം തെറ്റുന്നത്. അതുകൊണ്ടാണ് നല്ല കുട്ടികൾ പോലും പലപ്പോഴും അപകടത്തിൽ ചെന്ന് പെടുന്നത്. പല പെൺകുട്ടികളും ഇന്ന് പ്രേമത്തിൻ്റെ പേരിൽ, പല പ്രണയത്തിൻ്റെ പേരിൽ അവർ വിചാരിക്കും നല്ല വിദ്യാഭ്യാസമുണ്ട് എന്നൊക്കെ പല മതങ്ങളിലൊക്കെ ചെന്നുപെട്ട് അവസാനം ആ സംസ്കാരവുമായി യോജിക്കാതെ വളരെയധികം അസ്വസ്ഥമായി പിന്നെ അതിൽ നിന്ന് പുറത്തു വരുന്നത് കാണാം. പ്രണയത്തിന് കണ്ണില്ല എന്നൊക്കെ പലരും പറയും. പക്ഷെ പ്രണയം കുറേ കഴിഞ്ഞാൽ മതമായി മാറുമ്പോൾ അപ്പോഴാണ് കണ്ണ് തുറക്കുക. ഈ കണ്ണില്ലാത്തവരുടെയൊക്കെ കണ്ണ് തുറക്കുമ്പോഴേക്കും സമയം വൈകിപ്പോയി. അപ്പം ഈ മുതല എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ അർത്ഥമെടുക്കേണ്ടത് ഒരാളുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയെ തകർക്കുന്ന ബന്ധങ്ങളെയാണ് മുതല എന്ന് പറയുന്നത്. പക്ഷെ ആ ബന്ധങ്ങൾ മുതല വെള്ളത്തിനടിയിലാണ്, കാണില്ല. ആനയ്ക്ക് കാണാൻ പറ്റുന്നില്ല, തൻ്റെ കാലിൽ പിടിച്ചിരിക്കുന്നത് മുതലയാണ്. ഇതുപോലെയാണ് പല ബന്ധങ്ങളും. കൂടെ നിൽക്കുന്ന ബന്ധങ്ങൾ കാണും, ബന്ധങ്ങളെ കാണും. പക്ഷേ ആ കയ്യിലിരിപ്പൊരിക്കലും അവരുടെ ഉദ്ദേശ്യശുദ്ധി ഒരിക്കലും കാണില്ല. അത് അദൃശ്യമായിട്ടിരിക്കും. അപ്പം എങ്ങനെയാണ് അറിയുക കാണുന്ന വ്യക്തി തന്നെ തകർക്കുന്ന വ്യക്തിയാണെന്ന് എങ്ങനെ അറിയാൻ സാധിക്കും? അതിനാണ് ആത്മീയത. ചില ഉൾവിളികൾ എല്ലാവരുടെ ഉള്ളിലുണ്ട്. നമ്മൾ പറയാറുണ്ട്, എന്തൊരു ഉൾവിളി തോന്നി എനിക്ക്, ഒരു തിരിച്ചറിവെന്ന് പറയും. അപ്പം ആ തിരിച്ചറിവ് ഉള്ളിൽ ഉണരണമെങ്കിൽ
ഒരു ആത്മീയ അനുഷ്ഠാനം കൊണ്ട് മാത്രമേ പറ്റൂ. അത് നമുക്ക് ഹിന്ദുക്കൾക്ക് ഇല്ലാതെ പോയതും അതാണ്. അതിനാണ് ഈ വിഷ്ണു സഹസ്രനാമൊക്കെ കുട്ടികളോട് ചൊല്ലണമെന്ന് പറഞ്ഞത്. ഒരു തിരിച്ചറിവ്, അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങൾ രാമായണത്തിലേക്ക് തന്നെ നോക്കുക. രാമായണത്തിൽ ശ്രീരാമസ്വാമി സീതാദേവിയും കൊണ്ട് കാട്ടിലേക്ക് പോകും. കാട്ടിലേക്ക് പോയ ശ്രീരാമസ്വാമിക്ക് ഒരു കുടിൽ കെട്ടി അവിടെ ഇങ്ങനെ താമസിച്ചാൽ മതിയായിരുന്നു. പക്ഷെ നിങ്ങൾ നോക്കൂ, രാമായണത്തിൽ ശ്രീരാമസ്വാമിയുടെ വനവാസം എന്ന് പറയുന്നത് ആശ്രമങ്ങളിൽ നിന്നും ആശ്രമങ്ങളിലേക്ക്. മുനിമാരെവിടെയാണോ അവിടെയാണ് അദ്ദേഹം ചിത്രകൂടത്തിലായാലും പഞ്ചവടിയിലായാലും തൻ്റെ താമസിക്കാനുള്ള ഇടം കണ്ടെത്തിയത്. ആദ്യം തന്നെ പോകുന്നത് ഭരദ്വാജ ആശ്രമത്തിലേക്ക്, വാത്മീകി ആശ്രമത്തിലേക്ക്, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അത്രി മഹർഷി, അങ്ങനെ അനവധി ഇല്ലേ മഹർഷിവര്യന്മാർ. ശബരീദേവിയെ കാണുന്നു, അതുപോലെ അഗസ്ത്യരെ കാണുന്നു. ഉണ്ടോ? എത്ര ആശ്രമങ്ങൾ, സുധീഷ്ണാശ്രമ പ്രവേശം, ഇങ്ങനെ കാണാമല്ലോ രാമായണത്തിൽ. ഈ ആശ്രമങ്ങളിൽ എന്തിനാ പോയത്? ആ മഹാന്മാരിൽ നിന്നും കിട്ടുന്ന അറിവിനെ സ്വീകരിക്കാനും അതേപോലെ സാധന അനുഷ്ഠിക്കാനും. ഈ സാധനാനുഷ്ഠാനത്തിൻ്റെ ശക്തി നോക്കൂ. സീതാദേവി രാവണന്റെ കയ്യിൽ പെട്ടുപോയി. ചില ദുർബല ചിന്തകളെ കൊണ്ട് മാനിനെ വേണം, രാമനെ പറഞ്ഞയച്ചു. ലക്ഷ്മണനെ വളരെ മോശപ്പെട്ട വാക്കുകളെ കൊണ്ട് അകറ്റി. രാവണൻ അപഹരിക്കപ്പെട്ടു. ഇന്നത്തെ ഒരു സമൂഹത്തിലാണെങ്കിൽ നമ്മൾ കാണുന്നത് രാവണന്റെ കയ്യിൽപ്പെട്ട ഒരു സീത ആത്മഹത്യയുമായിരുന്നു. കാരണം ഞാൻ ചെയ്തതൊക്കെ തെറ്റാണ്, ഞാൻ മോഹിക്കാൻ പാടില്ലായിരുന്നു, ലക്ഷ്മണനെ ചീത്ത വിളിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഉള്ള കുറ്റബോധം, ഗിൽറ്റ് അവർ വേട്ടയാടും. ഉണ്ടോ? ഇന്നത്തെ കേരളത്തിലെ ഒരു സീതയാണെങ്കിൽ അത് ആത്മഹത്യയും. എന്നാൽ ഈ ആശ്രമങ്ങളിലൂടെ പോയ സത്സംഗത്തിൻ്റെയും സാധനയുടെയും ഫലം സീതാദേവി പ്രവർത്തിക്ക് നോക്കൂ. രാവണന്റെ കയ്യിലിരിക്കുമ്പോഴും പെട്ടെന്ന് ഋഷ്യമൂകാചലം കാണുന്നതും തൻ്റെ കയ്യിലിരിക്കുന്ന വളയും മറ്റുമൊക്കെ ഊരിയെടുത്ത് അതിനെ ഒരു തുണിയിൽ കെട്ടി അവിടെ താഴേക്കിടാനൊക്കെ തോന്നണമെങ്കിൽ വേണ്ട സമയത്ത് ചില തിരിച്ചറിവുകൾ ഉള്ളിൽ ഉണരേണ്ടതുണ്ട്. ഉണ്ടോ? ആണോ അല്ലയോ? അപ്പൊ ഇതാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ വേണ്ടത്. ഈവൻ ഒരു അപകടത്തിൽപ്പെട്ടാൽ പോലും അതിന്ന് പുറത്ത് കടക്കാനുള്ള ഈ തിരിച്ചറിവ് പറയേണ്ടവരോട്. ഇപ്പൊ നോക്കൂ, എനിക്ക് തോന്നുന്നു കൽപ്പറ്റയിൽ ആ വിഷയം ആ കുട്ടി ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ കുട്ടിയുടെ ജീവനും പോവില്ലായിരുന്നു. ഇവരൊക്കെ അകത്താകുമായിരുന്നു. ഇതിപ്പോ അവന്റെ ജീവൻ പോയി. അപ്പോഴാണ് ലോകം ഇതറിയുന്നത്. ഇങ്ങനെ എത്രയെത്ര പേര് ആത്മഹത്യകൾ ഈ കേരളത്തിൽ ഇതുപോലെ നടന്നിട്ടുണ്ടാവും. നമ്മൾ നാമജപത്തിൻ്റെയും സത്സംഗത്തിൻ്റെയും ഭക്തിയിലേക്ക് നമ്മൾ വരണം. നമുക്ക് ഗ്രന്ഥങ്ങളെ പഠിക്കണം. അതുപോലെ നാമജപ സംസ്കാരം വീടുകളിൽ അതുണ്ടാക്കുന്ന ഒരു ഐക്യവും അത് തരുന്നൊരു തിരിച്ചറിവും വളരെ അത്ഭുതകരമാണ്. ഞാനിത് നിങ്ങളോട് വെറുതെ പറയുന്നില്ല. ഈ തിരിച്ചറിവ് വളരെ ശക്തിയാണത്. പല അപകടങ്ങളെയും നമുക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കുന്നതും പല അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് എവിടുന്നോ ഒരു അദൃശ്യ ശക്തി, ഒരു അദൃശ്യമായി നമ്മളെ കൊണ്ടു നടക്കുക എന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനവധി അനുഭവങ്ങളാണ്, ഒരുപാട് അനുഭവങ്ങളാണ്. ഇത് പറഞ്ഞാൽ തീരാത്ത അനുഭവങ്ങളാണ്. പിന്നെ എല്ലാവർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ട്. ഈ അനുഭവങ്ങൾ പറയേണ്ട കാര്യമില്ല. വളരെ അത്ഭുതങ്ങൾ തോന്നും, വളരെ അത്ഭുതമായിട്ട്. അതെങ്ങനെ, എന്താണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെയാണ് അതിൻ്റെ അനുഭവം. ഇത് ഒരിക്കലും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധ്യമല്ല. അപ്പൊ ഭക്തിക്ക് അതിൻ്റെതായിട്ടുള്ള ശക്തിയുണ്ട്, ഭക്തിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു തിരിച്ചറിവ് തരാനുള്ള കഴിവുണ്ട്. അത് ദൈവീകമാണ്. ഇത് നമ്മുടെ തലമുറയ്ക്കുണ്ടാവണം. ഇവിടെ ആ ഒരു ശക്തി ഒരു നിമിഷം കൊണ്ട് ഗജേന്ദ്രന്റെ ഉള്ളിൽ, ഗജേന്ദ്രന് മനസ്സിലായി എന്നെ രക്ഷപ്പെടുത്താൻ ഇനി ആർക്കും സാധ്യമല്ല. ആ സമയത്ത് ഗജേന്ദ്രന്റെ ഒരു സ്തുതിയുണ്ട് ഭാഗവതത്തിൽ. ഇതൊക്കെ മുതിർന്നവരൊക്കെ ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. കാരണം മുതിർന്നവരോട് ഞാൻ പറയാൻ കാരണം, പ്രായം ഏറെയായി വരുമ്പോൾ ചില മുതലകൾ നിങ്ങളെ മുതലാക്കാനുണ്ട്. അത് മറ്റാരുമല്ല, ആരോഗ്യ പ്രശ്നങ്ങൾ വരും. അതുപോലെ തന്നെ പലതും നമ്മുടെ ഓർമ്മശക്തിയെ ബാധിക്കും. ഇതൊക്കെ ബാധിക്കാതിരിക്കാൻ നമ്മൾ മനസ്സിനെ വളരെയധികം ഒന്ന് എൻഗേജ്ഡ് ആക്കുന്നത് നല്ലതാണ്. ഈ പ്രായമുള്ളവരൊക്കെ കേൾക്കുക. നിങ്ങളുണ്ടല്ലോ, മനസ്സിനെ
എൻഗേജ്ഡ് ആക്കിയിട്ടില്ലെങ്കിൽ, ഒക്യുപ്പൈഡ് ആക്കിയില്ലെങ്കിൽ അത് ഭൂതകാല സ്മരണയിലേക്ക് പതുക്കെ 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 ഇറങ്ങി മുതല പിടിച്ചു വലിക്കുന്ന പോലെ നിങ്ങളുടെ മനസ്സിനെ മുഴുവൻ അത് വലിച്ചെടുത്ത് ഒരുപക്ഷെ പ്രസൻസ് ഓഫ് മൈൻഡും പ്രസൻറ്റും നമ്മൾ വിട്ടുപോയി പഴയ ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കും. അത് നമുക്ക് പിന്നീട് ദുഃഖം വരും, നിങ്ങളെ മറ്റുള്ളവർ അകറ്റി നിർത്തും. അന്ന് നിങ്ങൾ കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അപ്പം മനസ്സ് ഒരിക്കലും കൈവിട്ടു പോവാതിരിക്കണമെങ്കിൽ ഇതുപോലുള്ള കൃതികളിലും സ്തുതികളിലൊക്കെ ഒരു രസം കണ്ടെത്തിയാൽ സമയം കടന്നു പോകുന്നത് അറിയില്ല. നമുക്ക് ആ ഒരു സ്തുതി ഒന്ന് നോക്കാം. മനോഹരമായൊരു സ്തുതി. ഓം നമോ, ഞാൻ വായിക്കുന്നത് 8-3 8-ാം സ്കന്ധം 3-ാം അധ്യായം. അതിനെ ഗജേന്ദ്ര സ്തുതി എന്ന് പറയും. ഓം നമോ ഭഗവതേ തസ്മൈ യഥയേതസ്സിതാത്മകം പുരുഷായാദിബീജായ പരേശായ വിധീമഹി യസ്മിന്നിദം യതശ്ചേദം യേനേദം യൈദം സ്വയം യോസ്മാത് പരസ്മാശ്ച പരസ്തം പ്രപദ്യേ സ്വയം ഭുവം തസ്മൈ നമഃ പരേശായ ബ്രഹ്മണേനന്ദശക്തയേ അരൂപായോരുരൂപായ നമാശ്ചര്യകർമ്മണേ നമാത്മപ്രദീപായ സാക്ഷിണേ പരമാത്മനെ നമോ ഗിരം വിദൂരായ മനസശ്ചേതസാമപി സത്വേന പ്രതിലഭ്യായ നൈഷ്കർമ്മേണ വിപശ്ചിത നമഃ കൈവല്യനാഥായ നിർവാണ സുഖസംവിദേ നമഃ ശാന്തായ ഘോരായ മൂഢായ ഗുണധർമ്മിണി നിർവിശേഷായ സാമ്യായ നമോ ജ്ഞാനഗനായ ച ക്ഷേത്രജ്ഞായ നമസ്തുഭ്യം സർവാധ്യക്ഷായ സാക്ഷിണേ പുരുഷായാതിമൂലായ മൂലപ്രകൃതയേ നമഃ സർവേന്ദ്രിയഗുണദൃഷ്ടേ സർവപ്രത്യഹേതവേ അസദാചായോക്തായ സദാപാസായ തേ നമഃ. ഞാൻ അവിടുന്ന് ഇവിടുന്ന് എടുത്ത് വായിക്കാനേ സമയക്കുറവുള്ളതുകൊണ്ട്. ആത്മാപ്തജാപ്ത ഗൃഹവിത്ത ജനേഷു ശക്തൈ ദുഷ്പ്രാപണായ ഗുണസംഗ വിവർജിതായ മുക്താത്മവീ സുഹൃദയേ പരിഭാവിതായ ജ്ഞാനാത്മനേ ഭഗവതേ നമ ഈശ്വരായ. ഭഗവാനെ സ്മരിച്ചുകൊണ്ട് പറയാണ്, ഞാൻ വിചാരിച്ചു എൻ്റെ കൂടെ ആരൊക്കെയോ ഉണ്ടാവുമെന്ന്. എല്ലാവരും വിചാരിക്കുന്നതാണ്, സുഹൃത്തുക്കൾ ഉണ്ടാവും, നല്ല സുഹൃത്താണ്, പലരും എനിക്ക് വേണ്ടപ്പെട്ടവരാണെന്നൊക്കെ വിചാരിച്ച്. പക്ഷെ ഇപ്പോൾ ഞാനൊരു അപകടത്തിൽപ്പെട്ടപ്പോൾ, വിഷമത്തിൽപ്പെട്ടപ്പോൾ എൻ്റെ കൂടെ ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടു. ഇനി അവിടെ നിന്നല്ലാതെ എനിക്കൊരു ശരണമില്ല. അതുകൊണ്ട് ഞാൻ ഭഗവാനെ എൻ്റെ മനസ്സ് മുഴുവൻ അർപ്പിച്ചുകൊണ്ട് അങ്ങേ സ്മരിക്കുകയാണ്. നമോ നമസ്തുഭ്യമസഹ്യവേഗം ശക്തിത്രയായ അഖിലധീഗുണായ പ്രപന്നപാലായ ദുരന്തശക്തയേ കതീന്ദ്രിയാണാമനവപ്യവത്മനേ നായം വേദസ്വമാത്മാനം യശക്ത്യാഹന്തിയാഹതം തം ദുരത്യമാഹാത്മ്യം ഭഗവന്തമിദോസ്മ്യഹം. തന്നെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട്, തൻ്റെ മനസ്സ് നാമത്തിൽ അർപ്പിച്ചുകൊണ്ട്, ഇനി അവിടെ നിന്നല്ലാതെ എനിക്ക് മറ്റൊരു ശരണവുമില്ല. കൈവിട്ടില്ല, അപ്പോഴും തളർന്നില്ല, ജീവിതം കൈവിട്ടു പോവാൻ അനുവദിച്ചില്ല. ആരിൽ ഉറപ്പിച്ചു? ഈ ഭഗവാൻ എന്ന് പറയുന്നതുണ്ടല്ലോ, നിങ്ങൾ വിചാരിക്കരുത് തൊഴുതാൽ കിട്ടുന്നതാണ്. നാമം ജപിച്ച് നാമം ജപിച്ച് നാമം ജപിച്ച് മനസ്സ് നാമത്തിൽ ഉറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ഭഗവാൻ. അല്ലാത്തൊരാൾക്കും ആരെ കിട്ടാൻ പോകുന്നില്ല? ഭഗവാനെ കിട്ടാൻ പോകുന്നില്ല. നാമത്തിലൂടെ മാത്രം പിടിക്കാൻ പറ്റുന്ന ഒരാളാണ് ഭഗവാൻ. നാമത്തിലൂടെ മാത്രമേ ഭഗവാനെ കിട്ടുള്ളൂ. ആ നാമമാണ് ഭഗവാൻ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഏ ഭജന്തിതു മാം ഭക്തിയാ അഹം തേഷു തേ മയി.
ആർക്കാണ് എന്നെ പിടികിട്ടുക? അപ്പൊ നിങ്ങളൊക്കെ അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിലും ഭഗവാനെ പിടികിട്ടുന്നുണ്ടോ? ഗീതയില് 9-ാം അധ്യായത്തില് 27-ാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറയുന്നുണ്ട്, ആർക്കെന്നെ പിടികിട്ടും, അല്ലെങ്കിൽ ആർക്കെന്നെ കാണാൻ പറ്റും? ഏ ഭജന്തിതു മാം ഭക്തിയ, ആരാണോ ഭക്തിയോടെ എന്നെ ഭജിക്കുന്നത്, അഹം തേ തേ മയി, ഞാൻ അവരുടെ കൂടെ ഉണ്ട്. അതായത് അവർക്കെന്നെ പിടികിട്ടും, അവർക്കെന്നെ പിടികിട്ടും, ഞാൻ അവരുടെ കൂടെ എപ്പോഴും ഉണ്ട്. ആരുടെ കൂടെ? തൊഴുതു പോകുന്നവരുടെ കൂടെ എന്ന് പറഞ്ഞില്ല. ആരുടെ കൂടെ? ആരാണോ എന്നെ ഭക്തിയോടെ ഭജിക്കുന്നത്. ആ നാമജപം അത് വളരെ 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 നമ്മൾ കൊണ്ടു നടന്നേ പറ്റുള്ളൂ. ഇവിടെ ഗജേന്ദ്രൻ വിട്ടുകൊടുത്തില്ല. ആ നാമത്തിൽ അങ്ങോട്ട് മുഴുകി മനസ്സർപ്പിച്ചു. ആ മനസ്സ് നാമത്തിൽ അർപ്പിക്കുമ്പോണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ രക്ഷപ്പെടാനുള്ള പഴുതുകൾ കാലം അവിടെ ഒരുക്കിയേ പറ്റുള്ളൂ. നിങ്ങൾ നോക്കൂ, പാഞ്ചാലി വസ്ത്രാക്ഷേപം ചെയ്യപ്പെടുന്ന സമയത്ത് കൃഷ്ണസ്മരണയിൽ മനസ്സങ്ങോട്ട് ദൃഢമാക്കി ഉറപ്പിച്ചപ്പോൾ, സാധാരണ നമ്മൾ പറയും ഭഗവാൻ വസ്ത്രം കൊടുത്തു, ഭഗവാൻ രക്ഷിച്ചു എന്നൊക്കെ. വാസ്തവത്തിൽ മഹാഭാരതത്തിൽ അങ്ങനെ ഒരു വസ്ത്രപരിപാടിയൊന്നും ഇല്ല. ഇത് പിന്നീട് കഥ കയറി വന്നതാണ്. ഒറിജിനൽ മഹാഭാരതത്തില് വസ്ത്രം കൊടുത്തു എന്നല്ല. ഇവിടെ ആ നാമജപത്തിന്റെ മനോബലം ഇത് ക്രമേണ ക്രമേണ ദുശ്ശാസനന് ഫീൽ ചെയ്യാൻ തുടങ്ങി. ദുശ്ശാസനൻ ഉള്ള സാരി തന്നെ വലിച്ചിട്ട് വരുന്നില്ല അത്ര. കാരണം അത്ര പാഞ്ചാലിയിലുള്ള ശക്തി തോന്നുകയാണ് ദുശ്ശാസനന്. ദുശ്ശാസനൻ തളർന്നു പോയിന്നാണ്. അപ്പം ദുശ്ശാസനൻ തളരാൻ മാത്രമുള്ള ഒരു മനോബലം ആരാർജിച്ചു? ഇത് നമ്മളെന്താക്കിച്ച സാരി വലിച്ചിട്ടാക്കി. ഒറിജിനൽ ഭാഗവതത്തിൽ ഭഗവാൻ ജയലക്ഷ്മി സിൽക്കിൽ നിന്നോ കല്യാൺ സിൽക്കിൽ നിന്നോ പിന്നെ ആരാണ് ഓർഡർ ചെയ്തിട്ടില്ല. ഒറിജിനൽ മഹാഭാരതത്തിൽ ഉറക്കെ ആ ഒരു കൃഷ്ണനെ സ്മരിച്ച് വേറൊന്നും നോക്കുന്നില്ല. തന്റെ ഭർത്താക്കന്മാരെ നോക്കുന്നില്ല. ആരെ മാത്രം? ഈ ഒരു ശബ്ദത്തിന്റെ, ആ ഒരു നാമത്തിന്റെ ശക്തി, പാഞ്ചാലിയിൽ ഉണ്ടാക്കുന്നൊരു ശക്തി ഉണ്ടല്ലോ, അതിൽ ദുശ്ശാസനൻ മാനസികമായി തളർന്നു പോവുകയാണ്. അപ്പൊ ഉള്ള സാരി പോലും ദുശ്ശാസനന് വലിച്ചിട്ട് കിട്ടണില്ല അത്രേ. അവസാനം ദുശ്ശാസനൻ തളർന്നു വീണു എന്നാണ്. അപ്പൊ നമുക്ക് ആ ഒരു നാമജപത്തിന്റെ പരിപാടി ഇല്ലാത്തതുകൊണ്ട് എന്ത് വെച്ചാൽ സാരിയിൽ അങ്ങോട്ട് കൂട്ടിയത്. നാമം ചൊല്ലി എന്നത് പറയാൻ ഇതൊക്കെ കുറെ ആൾക്കാർ ഇങ്ങനെ കഥകൾ പറഞ്ഞെന്ന് വെച്ചാൽ നമ്മളെങ്ങാനും ഹിന്ദുക്കൾ നാമം ചൊല്ലി നന്നാവുമെന്ന് പേടിച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ. എന്നാൽ ഇങ്ങനത്തെയൊക്കെ കഥകൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ സാരിയുടെ പിന്നാലെ പോവുമല്ലോ. എന്നാലും നമ്മളങ്ങനെ പറഞ്ഞുപോയി, ശീലിച്ചുപോയി. ഇങ്ങനെ ഓരോ ആളുകളും സീതാദേവിയെ കീഴടക്കാൻ രാവണൻ എന്താ പ്രയാസം? പല സ്ത്രീകളെ അയാൾ കീഴടക്കി കൊണ്ടുവന്നു. പക്ഷേ ആ നാമത്തിന്റെ ഒരു ശക്തി സീതയിൽ ഇരിക്കുന്നത് കൊണ്ട് സീതയുടെ അടുത്തേക്ക് എത്താൻ സാധിക്കുന്നില്ല. അപ്പൊ നാമത്തിന് അത്ര ശക്തിയാണ്. മനസ്സിലാവുണ്ടല്ലോ? ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒട്ടും സാധ്യമല്ല. അത് അനുഭവിച്ച് തന്നെ നിങ്ങൾ അറിയണം. എന്താ ഏതാ എന്നൊരു പിടിയും നമുക്ക് ആർക്കും ഉണ്ടാവില്ല. ഞാൻ സത്യത്തിൽ ഈ ഭാഗവതമൊക്കെ കൊണ്ടു നടക്കുന്നുണ്ടായിരിക്കെ ഞാൻ അയോധ്യ രാമക്ഷേത്രത്തിൽ എനിക്ക് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു ഒന്ന് പോകാൻ വേണ്ടിയിട്ട്, അവിടെ ഉദ്ഘാടനത്തിൻ്റെ അന്ന്. പക്ഷെ എനിക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു. കാരണം ഞാൻ അന്ന് ബോംബെയിൽ ചെമ്പൂരിൽ സപ്താഹം നടത്തുകയാണ്. അത് അവരുടെ സിൽവർ ജൂബിലി എന്ന പരിപാടിയാണ്. അതുകൊണ്ട് അത് വിട്ടുകൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ ഇവരുടെ രാമ ട്രസ്റ്റിൻ്റെ കത്ത് 20-ാം തീയതി എത്തണം. 22-നാണ് പ്രതിഷ്ഠ. 20-ാം തീയതി അവിടെ എത്തണം. 21-ന് അവിടെ കംപ്ലീറ്റ് ബ്ലോക്കാണ്, ആർക്കും പ്രവേശിക്കാൻ പറ്റില്ല. 22-ന് ഫംഗ്ഷൻ കഴിഞ്ഞ് രാത്രി. അപ്പം എനിക്ക് 3 ദിവസം സപ്താഹത്തിന് കംപ്ലീറ്റ് ഞാൻ മാറി നിൽക്കണം. അപ്പം ഞാൻ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു പോണ്ടാന്ന്. ഞാൻ എല്ലാവരോടും പറഞ്ഞു ഞാനില്ല. പക്ഷെ അവസാന നിമിഷം ഇങ്ങനെ എന്നെ വിടുന്നില്ല. അതിങ്ങനെ പോണം. എന്നോട് ഓരോരുത്തരായിട്ട് വിളിക്കുക, എന്താ സ്വാമിജി വരുന്നില്ലേ, സ്വാമിജി പോണില്ലേ. അവസാനം ഞാൻ ഒരാളെ കിട്ടി എനിക്ക്. ഞാൻ പറഞ്ഞു എനിക്ക് 21-ന് വൈകുന്നേരം, സപ്താഹം 21-ന് നിർത്തിയിട്ട്
ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലൈറ്റ് എടുത്ത് വരാം. ലക്നൗന്ന് എങ്ങനെയാണ് അതിന് നോക്കണേ. എനിക്കൊരു വലിയൊരു ഭാഗ്യം ഉണ്ടായത്, CRPFന്റെ ഒരു DGP ഡോക്ടർ, അദ്ദേഹം മുഹമ്മദ്, മുസ്ലിമാണ്. അദ്ദേഹം പറഞ്ഞു, സ്വാമിജി ഡോണ്ട് വറി, അങ്ങ് CRPFന്റെ ക്വാർട്ടേഴ്സ് താമസിക്കും, ഐ വിൽ ഡ്രോപ്പ് യു എന്ന്. 22-ന് അവിടെ പ്രതിഷ്ഠയുടെ മുന്നിൽ അവിടെ എത്തിയിട്ടുണ്ടാവുന്ന. എനിക്ക് ആകെ ഒരു 4-5 മണിക്കൂർ എനിക്ക് സപ്താഹത്തിൽ നിന്നൊരു ഞാനൊരു 22-ാം തീയതി പ്രതിഷ്ഠയുടെ ദിവസം മാത്രമേ മാറി നിൽക്കേണ്ടി വന്നുള്ളൂ. ഇപ്പം എങ്ങനെ ഏതാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എവിടെന്നെങ്കിലൊക്കെ അത് കണക്റ്റായി വരും. ഇതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതൊക്കെ കൊണ്ട് നടക്കുന്നുണ്ടായിരിക്കാം. അപ്പം ഇങ്ങനെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു മാത്രം, എക്സാമ്പിൾ. എന്നിട്ട് ഞാനൊരു അനുഭവം കൂടി പറയുകയാണ്, ഇത് പറയാതിരിക്കാൻ പറ്റുക. 22-ാം തീയതി രാവിലെ ഞാൻ അയോധ്യയ്ക്ക് പോവുകയാണ്. കംപ്ലീറ്റ് റോഡ് ബ്ലോക്കാണ്, ഓൺലി VIPs. ഞാൻ രാവിലെ 5 മണിക്ക് അവിടെ CRPFന്റെ ക്വാർട്ടേഴ്സ്, VIP ക്വാർട്ടേഴ്സിൽ 4 മണിക്ക് ഞാൻ റെഡി എൻ്റെ കാര്യങ്ങൾ. ഒരു 4:30 കോൾ വന്നു, സ്വാമിജി അങ്ങേ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആകെയാണ്. അപ്പോൾ ഒരാളുടെ പേരൊക്കെ പറഞ്ഞു ചോദിച്ചാൽ അപ്കോനെ അപ്കോ പിക്കപ്പ് കേലി ആകെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇവരെന്തോ വണ്ടി ഏർപ്പാടാക്കിയെന്നു. അപ്പം അതിൻ്റെ അകത്ത് 2 ആണും ഒരു അമ്മയുണ്ട്, സ്ത്രീയുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു അബ്ലോക്കോനെ. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ മഹാരാഷ്ട്രയിൽ നിന്ന് വരികയാണ്, ഞങ്ങൾ അന്തേരിയിൽ നിന്ന് വരികയാണ്. അബ്ലോക്കോനെ എന്ന് ചോദിച്ചു. പറഞ്ഞു ഞങ്ങളിങ്ങനെ ബിസിനസ് കമ്മ്യൂണിറ്റിയാണ്, അവിടെ ബിസിനസ് ചെയ്യണം, മേരെ പത്നി എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. അപ്പം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കൊരു ഉൾവിളി, രാമപ്രതിഷ്ഠ നടക്കുമ്പം അവിടെ എത്തണം, അയോധ്യയിലെത്തണം. ഇയാൾ ഭർത്താവിനോട് പറഞ്ഞു ഇന്നെ ഫ്ലൈറ്റ് എടുത്തൊരു പുറപ്പെടണമെന്ന്. ഭർത്താവ് പറഞ്ഞു എൻ്റെ ഭാര്യ ഇത് അവിടെ കയറാൻ പറ്റില്ല, കംപ്ലീറ്റ് ബ്ലോക്കാണ്, VIPകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ, പോവാൻ നിങ്ങൾ പുറപ്പെടുമെന്ന്. ഭാര്യ പറഞ്ഞാൽ അതിനെ അനുസരിച്ചല്ലേ പറ്റുള്ളൂ. അങ്ങൊരു പുറപ്പെട്ടു പോവാം. ഇവിടെ എത്തിയപ്പോൾ ലക്നൗവിലെത്തിയപ്പോൾ അവർക്ക് കാർപാസ് ഇല്ല, കാർപാസ് VIPകൾക്ക് മാത്രമേ ഉള്ളൂ, പോകാൻ പറ്റില്ല. അപ്പം ഇവർ ചെന്ന് പെട്ട ആള് എനിക്കിത് ഓർഗനൈസ് ചെയ്യുന്ന ആളാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു ചിന്താമത് കരോ, സുബേ സ്വാമിജി ജാരെ ഉൻകാ സാത്ത് ജായേ. കാർപാസ് എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് പോകാൻ കാർപാസ് എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം എൻ്റെ കാർപാസിൽ അവരും കൂടെ വന്നേ. എന്നിട്ട് ആ സ്ത്രീ അവിടെ ഇറങ്ങി, ഒരു പോലീസ് ബറ്റാലിയൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. ആ സ്ത്രീ ഇറങ്ങിയിട്ട് നീണ്ടു നിവർന്ന മണ്ണിൽ നമസ്കരിച്ചിട്ട് പറഞ്ഞു ഇത്രയും മതി എനിക്ക് ഈ ദിവസം, ഇന്ന് ഇവിടെ ഒന്ന് നമസ്കരിക്കണം, ഇത്രയും എനിക്ക് ആവശ്യമുള്ളൂ, ബാക്കിയൊന്നും ആവശ്യമില്ല. ആലോചിച്ചു എങ്ങനെയൊക്കെയത് കണക്ട് ചെയ്ത് പോകുന്നത് എന്നുള്ളത്. ആ സ്ത്രീക്ക് ഒരു പാസും ഇല്ലാതെ അന്ന് അവിടെ വരണം എന്നുള്ളൊരു സങ്കല്പം. ഞാൻ ഒറ്റയ്ക്ക് പോകുന്നു, എൻ്റെ കാറിൽ അവർക്ക് കയറാനുള്ളൊരു സംവിധാനം, എല്ലാം ഒരു എവിടെയോ ഒരു നിയോഗം പോലെ ഒക്കെ കണക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ നമുക്ക്? അതാ പറഞ്ഞത്, നമുക്ക് ഈ ഇത്തരം ഒരു സാധന അനുഷ്ഠാനമുണ്ടെങ്കിൽ ബാക്കിയൊക്കെ നമ്മളറിയാത്ത രീതിയിൽ. ഇതുവരെ നിങ്ങൾക്കൊക്കെ ഒരു അനുഭവങ്ങളുണ്ടാവും ഇല്ലേ? ഒരുപാട് അനുഭവങ്ങളുണ്ട്. TV കൂടിയിരിക്കുന്ന അനുഭവങ്ങളുടെ കോട്ടയിൽ ജീവിക്കുന്നവരായിരിക്കും പലരും. അപ്രതീക്ഷിതമായ സഹായങ്ങളും അപ്രതീക്ഷിതമായിട്ടുള്ള പലതും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, നമേ ഭക്ത പ്രണശ്യതി, എൻ്റെ ഭക്തനെ തളരാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. അതാണ് ഈ നാമജപത്തിൻ്റെ ശക്തി. ഇത് നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അമ്പലത്തിൽ തൊഴുതു പോകുന്ന ഭക്തിയല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത്, ഉറക്കെ പറയൂ, ആ നാമജപശക്തി. പണ്ട് കാലത്തൊക്കെ ഉണ്ടല്ലോ വീടുകളിൽ എന്തെങ്കിലുമൊക്കെയാണ് പലരും അമ്പലങ്ങളിലൊക്കെ പോകുന്നത് അല്ലേ? ചിലപ്പോൾ തൊട്ടടുത്ത അമ്പലത്തിൽ പോയിരിക്കാം. എന്നാലും സന്ധ്യാസമയമാകുമ്പം അവരവരുടെ വീടുകളിൽ നാമജപം ഉണ്ടാകും. ഇന്നിപ്പോൾ അമ്പലത്തിൽ തൊഴുതു പോവുക, നാമജപവും ഇല്ലാതെ. എന്തോ നമ്മുടെ ഹിന്ദുക്കൾ നാമജപത്തിൽ നിന്നും വളരെയധികം അകന്നു പോയതുപോലെ. ഇപ്പം ഇന്ന് തന്നെ ഇവിടെ വന്ന കുട്ടികളിൽ എത്ര പേര് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നുള്ളത് വളരെ നമുക്ക് വിഷമമാണ് പറയാൻ. എങ്കിലും അവരിതിലേക്ക് കൊണ്ടുവന്ന രക്ഷിതാക്കളെ നമ്മൾ അനുമോദിക്കുകയാണ്. നമുക്ക് മാറ്റിയെടുക്കണം, ഒന്നിച്ചു മാറ്റിയെടുക്കണം. കാരണം വരുന്നൊരു തലമുറ ഒരു ആത്മീയ സംസ്കാരമുള്ള, കഴിവുള്ള, കരുത്തുള്ള, കരുതലുള്ള ഒരു തലമുറയെ വേണോ വേണ്ടയോ? ആരെയും ചതിക്കുന്ന, വഞ്ചിക്കുന്ന അങ്ങനെ ഒരു തലമുറയല്ല. കഴിവും കരുതലും ഒക്കെ ഉള്ളൊരു തലമുറയാണ്, കരുത്തുള്ള, അല്ല ദുർബലന്മാരല്ല. ഇവിടെയാണ് ആ ഗജേന്ദ്രൻ തൻ്റെ നാമജപ സംസ്കാരം കൊണ്ട്, കീർത്തനം കൊണ്ട് സ്തുതിച്ചതും. പെട്ടെന്ന് ആകാശത്തെ മിന്നൽപ്പടർ പോലെ കാണുന്നു,
അവിടെ നോക്കുമ്പോണ്ട് ഭഗവാൻ ഗരുഡാരൂഢനായി താഴോട്ട് ഇറങ്ങി വരുന്നതും ഗജേന്ദ്രൻ ഇങ്ങനെ ഉൾപ്പുളകം വന്നു. അപ്പോഴേക്കും ഭഗവാൻ തൻ്റെ ചക്രം കൊണ്ട് മുതലയുടെ തല അറുത്തു മാറ്റുന്നു. ആ ഗജേന്ദ്രൻ ആ തടാകത്തിൽ നിന്നും ഒരു താമരപ്പൂ വലിച്ചെടുത്ത്, ഞാൻ അങ്ങനെ ഒരു താമരപ്പൂ വലിച്ചെടുത്ത് ആർക്ക് കൊടുത്തു? ഇവിടെ ഗജേന്ദ്രൻ ആ ഭഗവാനെ സമർപ്പിക്കണം. അപ്പൊ ആ ഒരു രംഗം ഭാഗവത്തിൽ എന്ത് മനോഹരമായിട്ടാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് നോക്കൂ. സോന്ദസരസ്വരുബലേന ഗൃഹീതാത്തോ ദൃഷ്ട്വാകരുൽമതി ഹരിം കൗപാത്തചക്രം ഉക്ഷിപ്യ സാംബുജകരം ഗിരമാഹ കൃശൽ നാരായണ കില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. എൻ്റെ ആ മനസ്സ് മുഴുവൻ ആ താമരപ്പൂ മനസ്സാണ്, അത് ഭഗവാനിൽ സമർപ്പിച്ച് അങ്ങനെ ഒരു വലിയ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ക്രൈസിസ് അല്ലെങ്കിൽ ദുരന്തത്തിൻ്റെ പിടിയിൽ നിന്നും ഗജേന്ദ്രൻ മുക്തനായി. അപ്പം മനസ്സ് ഭഗവാനിൽ അർപ്പിച്ചാൽ ഏത് ദുരന്തത്തിൽ നിന്നും പുറത്ത് കടക്കാനുള്ളൊരു വഴി ഭഗവാൻ നമ്മുടെ മുന്നിൽ കാണിച്ചു തരും. പ്രശ്നങ്ങൾ മാത്രം കാണുന്നവര് അവരുടെ അഹന്തയിൽ മുറുകെ പിടിച്ച് അവരവരുടെ ജീവിതത്തിൽ ആ മനസ്സ് വിട്ടുകൊടുക്കാത്തവരാണ്. അവർ മനസ്സിനെ വിട്ടുകൊടുത്തിട്ടുണ്ട്. എവിടെ അറിയോ? ദുരന്തങ്ങളിൽ. എന്നാൽ അനുഷ്ഠാനങ്ങളിൽ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ ദുരന്തമല്ല കാണുക, ആ ദുരന്തത്തിൽ നിന്നും പുറത്ത് കടക്കാനുള്ളൊരു വഴി കാണും. അതാണ് അനുഷ്ഠാനത്തിൻ്റെ പവർ. അതാണ് ദുര്യോധനൻ പാണ്ഡവരെ ട്രാപ്പിലാക്കാൻ വേണ്ടി അരക്കുകൊണ്ട് ഒരു വീടുണ്ടാക്കുമ്പോൾ ആ അരക്ക് കൊണ്ടുള്ള വീടിൻ്റെ ലക്ഷ്യം പാണ്ഡവരെ കൊല്ലലാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള രഹസ്യ ഗുഹയുണ്ടാക്കാൻ ഒരു വിതുരർക്ക് സാധിക്കുന്നത് അനുഷ്ഠാനത്തിൻ്റെ ശക്തിയാണ്. ഇതുപോലെ തനിക്ക് ചുറ്റുമുണ്ടാകുന്ന ഏത് കൂട്ടുകെട്ടിൽ നിന്നുമുണ്ടാകുന്ന പല അപകടങ്ങളെയും മണത്തറിഞ്ഞ് പുറത്ത് കടക്കാനുള്ളൊരു വഴി തോന്നണമെങ്കിൽ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. മനസ്സിനെ ആർക്ക് വിട്ടുകൊടുക്കണം? ഭഗവാന് വിട്ടുകൊടുക്കണം. ആ ഒരു കഥ നമുക്ക് ഓർമ്മിപ്പിക്കുന്നതാണ് ഗജേന്ദ്രൻ മോക്ഷം. അത് ഇന്നും പ്രസക്തിയുള്ളതാണ്. ദേവകി തനയ ദയാനിധേ. ദേവകി തനയ ദയാനിധേ. ദേവകി തനയ ദയാനിധേ. ദേവകി തനയ ദയാനിധേ. ദയാനിധേ കൃപാനിധേ. ദയാനിധേ കൃപാനിധേ. ദയാനിധേ കൃപാനിധേ. ദയാനിധേ കൃപാനിധേ. ദേവകി തനയ ദയാനിധേ. ദേവകി തനയ ദയാനിധേ. ദർശന ദീജോ ദേവ ദേവ. ദർശന കീജോ ദേവ ദേവ. 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 ദേവാദിദേവ ദേവാധിദേവ. ശ്രീകൃഷ്ണ
ലക്ഷ്മീനാഥ ദീനാനാഥ ലക്ഷ്മീനാഥ ദീനാനാഥ ലക്ഷ്മീനാഥ ദേവകി തനയ ദയാനിധി ദേവകി തനയ ദയാനിധേ ദയാനിധേ കൃപാനിധേ 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 ദേവകി തനയാ ദയാനിധേ ദേവകി തനയാ ദയാനിധേ ദേവകി തനയാ ദയാനിധേ ദേവകി തനയാ ദയാനിധേ ദയാനിധേ കൃപാനിധേ 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 ദേവകി തനയാ ദയാനിധേ ദേവകി തനയാ ദയാനിധേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഒരു കീർത്തനം കൂടി ചൊല്ലിട്ടാണ് ഒരു കീർത്തനം കൂടി ചൊല്ലാലോ. ഹേ മുരളി ശ്രീധര രാധേ കൃഷ്ണ രാധേ ശ്യാം മുരളി ശ്രീധര രാധേ കൃഷ്ണ രാധേ ശ്യാം എല്ലാവരും ഒന്ന് ഉറക്കം ചൊല്ലണം എന്നാലേ അതിനൊരു രസമുള്ളൂ. ഹേ മുരളി ശ്രീധര രാധേ കൃഷ്ണ രാധേ ശ്യാം ഹേ മുരളി ശ്രീധര രാധേ കൃഷ്ണ രാധേ ശ്യാം കേശവ മാധവ യാദവ നന്ദന 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 രാധേ കൃഷ്ണ രാധേ ശ്യാം നന്ദ നന്ദന രാധേ ശ്യാം നവനിത ചോര 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 രാധേ ശ്യാം കേശവ മാധവ യാദവ നന്ദന രാധേ കൃഷ്ണ 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 രാധേ ശ്യാം ഭക്തവത്സല രാധേ ശ്യാം ഭാഗവത പ്രിയ 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 രാധേ ശ്യാം കേശവ മാധവ യാദവ നന്ദന രാധേ കൃഷ്ണ 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 രാധേ ശ്യാം
കേശവ മാധവ യാദവ നന്ദന രാധേ കൃഷ്ണ രാധേ ശ്യാം 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 കേശവ മാധവ യാദവ നന്ദന 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 രാധേ കൃഷ്ണ രാധേ ശ്യാം 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 കേശവ മാധവ യാദവ നന്ദന 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 രാധേ കൃഷ്ണ രാധേ ശ്യാം 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 കേശവ മാധവ യാദവ നന്ദന 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 രാധേ കൃഷ്ണ രാധേ ശ്യാം 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 കേശവ മാധവ യാദവ നന്ദന 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 രാധേ കൃഷ്ണ രാധേ ശ്യാം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്രാസിത വത്സല ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ശരണം വേദവ തരണയുഗം ശരണം മേ തവ ചരണയുഗം ശരണം വേദവ തരണയുഗം ശരണം മേ തവ ചരണയുഗം ശരണം വേദവ തരണയുഗം ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം ശരണം മേ ശരണം മേ തവ ശരണയുഗം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ